ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ്, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ. ശബരിമലയിൽ തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു. മണ്ഡലകാലം ആരംഭിച്ച് 15 ദിവസം പിന്നിടുമ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ തിരക്കാണ് ഇത്തവണ. ഭക്തജന തിരക്ക് വർദ്ധിച്ചിട്ടും സുഗമമായ ദർശനം ഉറപ്പാക്കാനായത് നേട്ടമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് സന്നിധാനത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. ഇനി ഒന്നിന്റെ വിലയിൽ 3 വാങ്ങാം. നീ പറ. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. കല്യാൺ സിൽക്സ്. മണ്ഡലകാലം ആരംഭിച്ച് 15 ദിവസം പിന്നിടുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ വർധനവാണ് അനുഭവപ്പെടുന്നത്. 15.89 കോടി രൂപയുടെ അധിക വരവുമുണ്ട്. ഇത്തവണ ഇതുവരെ 63.01 കോടിയാണ് വരവ്. കഴിഞ്ഞ മണ്ഡലകാലത്ത് ഇതേ സമയത്ത് 47.12 കോടി രൂപയാണ് ലഭിച്ചത്. കണക്കുകൾ പ്രകാരം 3,59,515 തീർത്ഥാടകരാണ് അധികമായി ദർശനം നടത്തിയത്. 2023 12 ദിവസം കൊണ്ട് 5,53,925 പേർ ദർശനം നടത്തിയപ്പോൾ ഇത്തവണ അത് 9,13,437 ഉയർന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ തുടർച്ചയായ വർഷങ്ങളിൽ പ്രളയം, കോവിഡ് തുടങ്ങിയ മഹാമാരികൾ തീർത്ഥാടകരുടെ വരവിനെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. 2023 മുതലാണ് വീണ്ടും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു തുടങ്ങിയത്. വ്യാഴാഴ്ചയായിരുന്നു ഈ സീസണിലെ കൂടിയ തിരക്ക്. 87,999 അയ്യപ്പന്മാർ അന്ന് ദർശനം നടത്തി. അതേസമയം വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് 70,000-ൽ നിന്ന് ഉയർത്തുന്നത് പരിഗണനയിലില്ല. സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ഭക്തരുടെ എണ്ണം പരമാവധി 90,000-ൽ നിജപ്പെടുത്തുകയാണ് ലക്ഷ്യം. വെർച്വൽ ക്യൂ ബുക്കിംഗ് 80,000 ആക്കി ഉയർത്തിയാൽ ദർശനത്തിനെത്തുന്നവരുടെ എണ്ണം 90,000-എങ്കിലും എത്തും. അപ്പോൾ ശരം കുത്തി വരെ വരി നീളും. 90,000 കടന്നാൽ വരി മരംകൂട്ടം വരെയാകും. അങ്ങനെ വന്നാൽ സ്ഥിതി നിയന്ത്രണാതീതമാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭക്തജന തിരക്ക് വർദ്ധിച്ചിട്ടും സുഗമമായ ദർശനം ഉറപ്പാക്കാനായത് നേട്ടമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 20-ലധികമുള്ള വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സംയുക്ത പ്രവർത്തനങ്ങളുടെ ഫലമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 5,53,922 പേരാണ് കഴിഞ്ഞ പ്രാവശ്യം 12 ദിവസം പൂർത്തിയായിട്ട് വന്ന ആളുകളുടെ എണ്ണം. ഇപ്രാവശ്യം അത് 9,13,437 ആണ്. 9,13,437 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം 3,59,515 പേർ അധികമായി വന്നു. 12 ദിവസത്തെ 3,59,515 പേർ അധികമായി വന്നു. വെർച്വൽ ക്യൂ വിജയകരമായാണ് നടപ്പാക്കുന്നത്. സ്പോട്ട് ബുക്കിംഗിൽ പരമാവധി ഭക്തരെ കടത്തിവിടുന്നതിനായി പമ്പയിൽ മാത്രം 8 കൌണ്ടറുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ടുഡേ ന്യൂസ്. നിങ്ങൾ കല്യാൺ സിൽക്സിൽ പോയിരുന്നോ? എന്നിട്ട് 3 ചുരിദാർ വാങ്ങിച്ചോ? കള്ളം പറയേണ്ട, ശാലിനി കണ്ടതാ. വാങ്ങിച്ചല്ലോ. എങ്കിലേ ആ 3 പെണ്ണുങ്ങളുടെ പേര് പറ. അതിപ്പോ വേണ്ട, ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഹലോ, ചുരിദാർ, രണ്ടാമത്തെ ചുരിദാർ, മൂന്നാമത്തെ ചുരിദാർ. അപ്പൊ പേര് പറട്ടെ. 3-in-1 കോംബോ ഓഫർ. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. ഇനി ഒന്നിന്റെ വിലയിൽ 3 വാങ്ങാം. നീ പറ. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. കല്യാൺ സിൽക്സ്.